മാധ്യമപ്രവർത്തകൻ രവി നായരുടെ വസതിയിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്ത സംഭവത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി. രവി നായരുടെയും മകന്റെയും സുഹൃത്തിന്റെയും ഫോണുകളും ഒപ്പം ലാപ്ടോപ്പും പിടിച്ചെടുത്തതിനെതിരെയാണ് ഹർജി. അദാനിക്കെതിരെ വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തകനാണ് രവി നായർ. കപിൽ സിബൽ നാളെ സുപ്രീം കോടതിയിൽ ഹാജരാകും. ഡി ധനസുമോദ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ധനസുമോദ, മീഡിയ വൺ ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. എന്തായാലും വലിയ രീതിയിൽ നമുക്കറിയാം, ഈ ഫെബ്രുവരിയിലൊക്കെ തന്നെയാണ് മാനനഷ്ട കേസ് രവി നായർക്കെതിരെ അദാനി ഗ്രൂപ്പ് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിനെതിരെ വീണ്ടും നടപടി സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. ഭദ്ര, രവി നായരുടെ വാർത്തയുമായി ഒരു ബന്ധവുമില്ലാത്തവരുടെ ലാപ്ടോപ്പും ഫോണും കൂടിയാണ് ഇതിനൊപ്പം പിടിച്ചെടുത്തിരിക്കുന്നത്. ഗുജറാത്ത് പോലീസ് രവി നായരുടെ പാലക്കാട്ടെയും ഡൽഹിയിലെയും വസതിയിലെത്തിയ റെയ്ഡിന് ശേഷമായിരുന്നു മകന്റെയും സുഹൃത്തിന്റെയും ലാപ്ടോപ്പും ഫോണും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ സുഹൃത്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയിൽ നാളെ മെൻഷൻ ചെയ്യുന്നത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലാണ്. നേരത്തെ രവി നായർ അദാനിക്കെതിരെ നിരന്തരം വാർത്ത എഴുതിയിരുന്ന ആൾ തന്നെയാണ്. മാത്രമല്ല, വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലാണ് രവി നായർ കൃത്യമായ ഡോക്യുമെന്റ് സഹിതം വാർത്ത എഴുതിയിരിക്കുന്നത്. ഈ വാർത്തയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയല്ല ചെയ്തിരുന്നത് അദാനി. പകരം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ക്ലിപ്പിങ്ങുകൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലുമെല്ലാം എക്സ് അക്കൗണ്ടിലൊക്കെ ഇട്ടതിന് ശേഷം ആ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ ചൂണ്ടിക്കാണിച്ചാണ് ഗുജറാത്തിലെ ഒരു ലോക്കൽ കോടതിയിൽ ഹാജരായി മാനനഷ്ട കേസ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സീസിംഗ് വാറണ്ട് വാങ്ങിക്കൊണ്ട് ഗുജറാത്ത് പോലീസ് കേരളത്തിലെത്തുകയും ഡൽഹിയിലെത്തുകയും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെയും മകന്റെയും ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ആളുകളുടെ ഫോണുകൾ പിടിച്ചെടുത്തതിനെ ചോദ്യം ചെയ്താണ് നാളെ സുപ്രീം കോടതിയിൽ കപിൽ സിബൽ ഹാജരാകുന്നത്. യെസ്.